ഹലോ ഗൈസ്, വെൽക്കം ടു കാസ്റ്റ് ഹോൾഡർ മൂവി മീഡിയ. ഇതിലൂടെ പറയാൻ പോകുന്നത് ഹര എന്ന സിനിമയുടെ റിവ്യൂ ആണ്. പടത്തിൽ അഭിനയിച്ചിരിക്കുന്ന സിൽവർ ജൂബിലി സ്റ്റാർ മോഹൻ, മലയാളി നടി അനുമോൾ, മൊട്ടൈ രാജേന്ദ്രൻ, സുരേഷ് ചന്ദ്ര മേനോൻ എന്നിവരാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന പടം. ഒരു ആവറേജ് പടം മാത്രമാണ്. പെർഫോമൻസസ് നോക്കുമ്പോൾ മോഹൻ എന്ന് പറയുന്ന ആക്ടറിൻ്റെ കംബാക്കാണ്. ബാക്കി ആരും ഈ പടത്തിൽ അഭിനയിച്ച ആരുമാരെയൊക്കെ അഭിനയിച്ചിട്ടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ പടത്തിന് റേറ്റിംഗ് കൊടുക്കുകയാണെങ്കിൽ 5 സ്റ്റാർ കൊടുക്കും. ഇതിൻ്റെ മ്യൂസിക് ചെയ്ത ആരാന്ന് എനിക്ക് അറിഞ്ഞൂടാ. നല്ല മ്യൂസിക്, സ്റ്റാൻഡ്സ് കൊള്ളാം, വിഷ്വലി ശോകം, സിനിമാറ്റോഗ്രാഫി ശോകം, DOP ശോകം, മ്യൂസിക് ആൻഡ് ബീജിങ് കൊള്ളാം. ഫസ്റ്റ് ഹാഫ് നല്ല ഫ്ലോയിൽ പോയോണ്ടിരുന്ന ഫസ്റ്റ് ഹാഫാണ്. പക്ഷേ സെക്കൻഡ് ഹാഫ് എന്നടാ പണി വെച്ചിരിക്കുകയെന്ന് ചോദിച്ച മാതിരി ഉണ്ട്. എന്നടാ പണി വെച്ചിരിക്കുക നിങ്ങളെല്ലാം കൂടി. അപ്പോൾ ആ മനുഷ്യനെ കംബാക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഇറക്കി വെച്ചിട്ട് അവിടെ 2008 ഒരു സുട്ടപ്പഴം എന്ന് പറഞ്ഞൊരു പൂറ പടത്തിൽ അഭിനയിച്ചപ്പോൾ ഞാൻ വരെ എനിക്ക് ദേഷ്യം കയറിയിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് കൊണ്ടാണ് കഴിഞ്ഞ വർഷം കണ്ടോ കേട്ടോ പടം. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. അനു മോഹനൊക്കെ ഉണ്ട് പടത്തിൽ. എന്തിനാ ചെറുക്കാൻ അഭിനയിച്ചാണ് ആ പടത്തിൽ. ആ പടത്തിൻ്റെ പരാജയം കാരണം ഇങ്ങനെ എന്തോ സിനിമയിൽ നിന്ന് ബ്രേക്ക് ചെയ്ത് അങ്ങനെ 16 വർഷം ലീഡ് റോൾ ചെയ്ത പടമാണ് ഇത്. എന്നടാ ഇത് എഡിറ്റിങ് ശോകമായിട്ടാണ് എടുത്ത് ചെയ്യണം. ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന ആളെ എനിക്ക് പറഞ്ഞ തീര് വിജയ് ശ്രീ ജിയ. ഈ ആക്ഷൻ എന്നടാ ഇത്. സ്റ്റോറി നല്ലതാണ്, സ്ക്രീൻ പ്ലേ അവിടെ നല്ലോണം മൂഞ്ചിയിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫിൽ നല്ലോണം വന്ന ഒരു സ്ക്രീൻ പ്ലേ ആയിരുന്നു. പക്ഷേ ഇൻ ദ സെക്കൻഡ് ഹാഫ് സ്ക്രീൻ പ്ലേ മൂഞ്ചിയ സ്ക്രീൻ പ്ലേ ആയിപ്പോയി എന്നുള്ളതാണ് സത്യം. എന്തോന്നടേ ഇത് പോടേ. ഞാൻ ശ്രീ 2 കണ്ട് ഞാൻ ഇത്ര സന്തോഷത്തോടെ ഒരു പടം കാണാമെന്ന് വിചാരിച്ചപ്പോൾ ഇങ്ങനെ ഒരു പൂറ പടമാണ്. അങ്ങനെ കംബാക്ക് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഈ കയറ്റി വെച്ചെന്ന് ഞാൻ വിചാരിച്ചില്ലടോ. എന്തായാലും മോഹൻ അണ്ണൻ്റെ അടുത്ത പടം വരുമ്പോൾ ഗോട്ട്, അതിൽ എല്ലാവർക്കും മോഹനെ അറിയായിരിക്കും. ഗോട്ടിൻ്റെ ട്രെയിലർ കണ്ടിരുന്നല്ല. ഗോട്ടിൻ്റെ ട്രെയിലർ വേറെ ലെവൽ ട്രെയിലറായിരുന്നു. എനിക്ക് ചില പോസ്റ്റേഴ്സ് ഇഷ്ടപ്പെട്ടില്ല. മീൻസ് എന്താണ് മറ്റേ ഫസ്റ്റ് ലുക്കല്ല, മറ്റേ സെക്കൻഡ് ലുക്ക് എനിക്കത് ഇഷ്ടപ്പെട്ടിട്ടില്ല. മറ്റേ ബൈക്കിൽ മറ്റേ ടൈം ട്രാവലിൽ നടക്കണത് ഇല്ലടേ, ബൈക്ക് ഓടിച്ചുകൊണ്ട് നടക്കണത്. അങ്ങനത്തെ എന്ത് ഷോവായിരുന്നു എനിക്ക് മനസ്സിലായിട്ടില്ല. ലുക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ അതിന് ശേഷം ഒരു ഇത് വന്നു, അതും എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ആ രണ്ടെണ്ണം എനിക്ക് ഇഷ്ടപ്പെടാനുണ്ടായിരുന്നു. പാട്ടൊക്കെ നൈസായിരുന്നു. അത് വിസിൽപോട് ചില സീൻസിൽ എന്താണ് ഇത് എന്തോ പൊളിറ്റിക്സിനെ കുറിച്ചിട്ടുള്ള പാട്ടാണെന്ന് ഇടയ്ക്ക് സംശയം വന്നു. അപ്പോൾ എനിക്കതൊരു അതുകൊണ്ട് അത് ആവറേജ് ആയിട്ട് തോന്നി. ബാക്കിയെല്ലാം പാട്ടും നൈസായിരുന്നു. നല്ല വില്ലനാണ് മാഹൻ. അങ്ങനെ കംബാക്ക് ഇട്ടിട്ട് അദ്ദേഹത്തിന് ഇവിടെ വിചാരിച്ചുകൊണ്ട് നിർത്തുന്നു. അപ്പോൾ ടാറ്റ ബൈ ബൈ. ഡെൽറ്റ വസ്കസ്. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ കാസ്റ്റ് ഹോൾഡർ മൂവി മീഡിയ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ. ഡെൽറ്റ വസ്കസ്.